കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. അപ്പുറത്ത് അമ്മയും ഗീതേച്ചുണ്ട്. ഉച്ചത്തിൽ സംസാരിക്കാൻ പറ്റില്ല. ഓക്കെ. പിന്നെ ഞാൻ തിരുവനന്തപുരത്തെത്തി സോളമനെ കണ്ടു. എന്നിട്ട് വിവരം പറഞ്ഞു. അവനാകെ തിരക്കില്ല. എന്നാലും എന്റെ കാര്യമായതുകൊണ്ട് അവൻ ഉപേക്ഷിക്കാൻ പറ്റിയില്ല. ജോലി ശരിയാക്കാൻ ഏറ്റു ഗിരി. സോളമനെ ഏറ്റെങ്കിലും അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ ഗംഗെ? അത്യാവശ്യം നമുക്കല്ലേ, ജോലി തരുന്നവർക്കല്ലല്ലോ. എന്നാലും നടക്കുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷയില ഞാനും ഇവിടെ കഴിയുന്നത്. പ്രതീക്ഷയോടെ നീ അവിടെ കാത്തിരിക്കുമെന്നുള്ള വിശ്വാസമാണ് എന്റെ ബലം. ഇവിടെ ആണെങ്കിൽ പെണ്ണു കാണലിന്റെ ഒരുക്കങ്ങളാ. ഗീതേച്ച അതും പ്രമാണിച്ചാണെന്ന് തോന്നുന്നു വന്നത്. പെണ്ണ് കാണലൊരു സാധാരണ ചടങ്ങ് മാത്രമല്ലേടോ, നടത്താൻ പാടില്ലെന്ന് നമുക്ക് ശഠിക്കാൻ പറ്റുമോ? ഗിരിക്ക് ഇവിടുത്തെ എന്റെ വീർപ്പുമുട്ടിൽ അറിയാൻ പാടില്ലഞ്ഞിട്ടാ. ഹലോ ഹലോ, എന്തു പറ്റി ഗംഗെ? കേൾക്കാൻ വയ്യ. ആരോ അടുത്തേക്ക് വന്നെന്ന് തോന്നുന്നു. ഈ ഫോണിന്റെ സ്ഥിര സൂക്കേടാ. ചിലപ്പോ ഒന്നും കേൾക്കില്ല. ഞാൻ ഇങ്ങോട്ട് വരുന്നത് വരെ നീ ഒരു കുഴപ്പമില്ലാതെ സംസാരിക്കുകയായിരുന്നല്ലോ. പെട്ടെന്നാ ചേച്ചി റേഞ്ച് പോകുന്നേ. ആരായിരുന്നു വിളിച്ചത്? കൂട്ടുകാരി. നിന്റെ സംസാരം കേട്ടിട്ട് എന്തോ പ്രശ്നമുള്ളത് പോലെ തോന്നി. അത് അവളുടെ വീട്ടിലെ ചില പ്രശ്നങ്ങൾ. ഒരു ചേട്ടനുള്ളത് എന്നും വഴക്കാണ് പോലും. എന്ത് ചെയ്യാം, ഓരോരുത്തർക്കും ഓരോ വിഷമങ്ങൾ. ശരിയാ, അമ്മയും അത് തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതിന് അമ്മയ്ക്ക് എന്താ വിഷമം? ഒന്നുമില്ലേ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ അറിവിലൊന്നുമില്ല. എന്നാലുണ്ട്. നീ അത് കാണുന്നില്ല എന്നുള്ളതാ പ്രശ്നം. വാര്യരംഗൾ നിനക്ക് മോശമായ ഒരു ആലോചന കൊണ്ടുവരുമെന്ന് കരുതുന്നുണ്ടോ? ബാങ്ക് ഉദ്യോഗം പോരാന്ന് തോന്നുന്നുണ്ടോ? അതോ ആ ചെറുപ്പക്കാരനിൽ എന്തെങ്കിലും കുറവ് നീ കാണുന്നുണ്ടോ? ഇതൊന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല. പിന്നെ എന്താ പ്രശ്നം? നീ കല്യാണത്തിന് സമ്മതിക്കാത്തതിനുള്ള കാരണം എന്താ? അമ്മയുടെ സംശയം നിനക്ക് മറ്റാരോടോ അടുപ്പമുണ്ടോന്നാ. ഇപ്പൊ നിന്റെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. അയ്യോ, ഞാൻ ഗംഗെ, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നീ തുറന്നു പറ. ഇവിടെ ഉള്ളവരാരും നിന്റെ ശത്രുക്കളല്ല. ഇനി അമ്മ എന്തെങ്കിലും മുട്ടാത്തർക്കം പറഞ്ഞാലും അച്ഛൻ നിന്റെ കൂടെ നിൽക്കില്ലേ? അത് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാവുന്ന കാര്യമല്ലേ? ആരാണെങ്കിലും പറ. അതോ ഞങ്ങളോട് പറയാൻ പറ്റാത്ത പോലെ കുഴപ്പമുള്ള ആരെങ്കിലും ആണോ കക്ഷി? അന്യജാതിയിൽപ്പെട്ടതോ? ചേച്ചി ഇങ്ങനെ കാടുകയറി എവിടെ പോകുന്നു? എനിക്കങ്ങനെ ഒരു രഹസ്യ ഇടപാടും ഇല്ല. പിന്നെന്താ വീട്ടിൽ ആലോചിച്ച കല്യാണത്തിന് എതിര് പറയുന്നത്? നല്ല പയ്യൻ, നല്ല ജോലി, നല്ല കുടുംബം. നീ പിന്നെ ആരെ നോക്കിയിരിക്കുക? അമ്മ സംശയിക്കുന്നതില് എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റോ? കാരണം പറയാനുള്ള ഉത്തരവാദിത്വം നിനക്കുണ്ട്. തുറന്നു പറഞ്ഞ പിണക്കം തോന്നരുത്.
ചേച്ചിയുടെ അനുഭവം എനിക്ക് ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാ ഇപ്പൊ കല്യാണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. എന്റെ അനുഭവോ? അതെ, അച്ഛനോടും അമ്മയോടും ഗീതേച്ചി തുറന്നു പറഞ്ഞില്ലെങ്കിലും എനിക്ക് മനസ്സിലാകാൻ കഴിയും. രമേശേട്ടന് ജോലിയുണ്ട്, വീട്ടിൽ നിങ്ങൾ തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ചെരുപ്പൊന്ന് പൊട്ടിയാൽ, സോപ്പോ പൗഡറോ തീർന്നു പോയാൽ പുതിയത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഭർത്താവിന്റെ അനുവാദം വേണം. ഇത്ര പെട്ടെന്ന് ചെരുപ്പിന്റെ വള്ളി പൊട്ടിയതെങ്ങനെ, അല്ലെങ്കിൽ സോപ്പ് തീർന്നതെങ്ങനെയെന്ന് സമാധാനം ബോധിപ്പിക്കണം. എങ്കിൽ മാത്രമേ ഫണ്ട് അനുവദിക്കുകയുള്ളൂ. കാരണം എന്താ, ചേച്ചിയുടെ കയ്യിൽ സ്വന്തമായി എടുത്ത് ചെലവാക്കാൻ സ്വന്തം പൈസ ഇല്ല. ഗീതേച്ചിക്ക് ഒരു ജോലിയില്ല. ശരിയാണോ ഞാൻ പറയുന്നത്? ആ ഗതികേട് എനിക്കുണ്ടാവരുത്. അതുകൊണ്ട് ആദ്യം ഒരു ജോലി, അത് കഴിഞ്ഞ് കല്യാണം. സ്വന്തം കാലിൽ നിൽക്കാൻ കഴിഞ്ഞ ഭർത്താവിന്റെ വീട്ടിൽ നമുക്ക് നമ്മുടേതായ ഒരു സ്ഥാനം കിട്ടും. അല്ലെങ്കിൽ എത്ര സ്നേഹമാണെന്ന് പറഞ്ഞാലും ഒരുതരം താഴ്ത്തലുണ്ടാവും. അങ്ങനെ അവഗണിക്കപ്പെടാൻ എനിക്കിഷ്ടമല്ല. ചെറിയൊരു ജോലി അത് മതി. എന്റെ ആഗ്രഹവും ഒപ്പം തീരുമാനമാണ് ഗീതേച്ചി. ഞാൻ ഈ പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടെങ്കിൽ ചേച്ചി ഒരു കാര്യം ചെയ്യണം. എന്റെ നിലപാട് അച്ഛനും അമ്മയും പറഞ്ഞ് മനസ്സിലാക്കണം. എന്നിട്ട് ഇപ്പൊ വന്ന ആലോചന സ്റ്റേ ചെയ്യിക്കണം. ഞാനോ? അമ്മ എന്നെ ഏൽപ്പിച്ചു വിട്ടത് നിന്റെ മനസ്സ് മാറ്റാനാ. അത് നടക്കില്ലെന്ന് മനസ്സിലായില്ലേ? ചേച്ചിയുടെ ദൗത്യം ഇനി അമ്മയുടെ മനസ്സ് മാറ്റാന്നുള്ളതാ. എനിക്ക് വേണ്ടി അത് ചെയ്യണം. മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്ക്, ഞാൻ പറഞ്ഞതല്ലേ ശരിയെന്ന്. എന്നിട്ട് അതുപോലെ ചെയ്യും. ഇവിടുത്തെ വാഴയിൽ കുലച്ചതാ, വാങ്ങിയതല്ല. മോളെ കല്യാണം കഴിക്കാൻ വന്ന പയ്യനെ കുറിച്ച് എന്താ പയ്യന്റെ പേര്? നകുലൻ. ആ, നകുലിനെ കുറിച്ച് വേണ്ടത്ര അന്വേഷണങ്ങളൊക്കെ നടത്തിയോ? എല്ലാ നിലയ്ക്കും അന്വേഷിച്ചു. ഞാൻ തനിച്ചായതുകൊണ്ട് അക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ടായിരുന്നു. നല്ല കൂട്ടരാ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത്. ആൺമക്കളുടെ കല്യാണക്കാര്യത്തിൽ ഇത്രയും ടെൻഷനില്ല. കാരണം കുട്ടിയെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാണ്. ഇതങ്ങനെയല്ലല്ലോ. സ്നേഹിച്ചും ലാളിച്ചും വളർത്തിയ കുട്ടിയെ മറ്റൊരിടത്തേക്ക് പറഞ്ഞുവിടല്ലേ. അവിടെ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ശരിയാ. അഥവാ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സഹിക്കാനോ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും എന്നെ കിട്ടില്ല. മുഖത്ത് നോക്കി ഉള്ള കാര്യം പറഞ്ഞ് ഞാനും ഇറങ്ങിപ്പോരും. ദേ, വേണ്ടാത്തതൊന്നും പറയണ്ട കുട്ടി. മോളെ, എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. അതൊരിക്കലും വിവേകമല്ല. തൻ്റെ ഇടവും താൻപോരുമയൊക്കെ വേണം. ഒപ്പം ക്ഷമയും വേണം. ഭർത്താവിൻ്റെ വീടാണ് നാളെ നിന്റെ വീട്. അവിടുത്തെ നാളത്തെ ഗൃഹനായിക നീയാണ്. നകുലനും വീട്ടുകാരും നല്ല ആളുകളാണെന്ന് അമ്മ പറഞ്ഞ കേട്ടില്ലേ? അതങ്ങനെ തന്നെ ആയിരിക്കണം. അവരോട് സഹകരിക്കാനുള്ള നല്ല മനസ്സ് മോളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കണം. അറിയാലോ അമ്മ എങ്ങനെയാ മോളെ വളർത്തിയതെന്ന്. മോളുടെ നന്മയായിരുന്നു ഇതുവരെ ദേവികയുടെ പ്രതീക്ഷ. ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. മോളത് മനസ്സിലാക്കണം. ചെറിയ പരിഭവങ്ങളുണ്ടായാലും അതൊക്കെ അവഗണിക്കണം. പെൺമക്കൾക്ക് നല്ല ദാമ്പത്യം കിട്ടുന്നത് ഭാഗ്യ. ഭർത്താവിന്റെ വീട്ടിൽ സ്വരച്ചേർച്ചയില്ല എന്നറിഞ്ഞാൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല. പണവും പത്രാസവും ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. പലരുടെയും അനുഭവങ്ങളിൽ നിന്ന് കണ്ടു പറയുന്നതാണ്. നിങ്ങളോട് മറച്ചു വയ്ക്കുന്നില്ല. ഗീതയും രമേശനും തമ്മിൽ മുമ്പേ അറിയായിരുന്നു. എന്ന് വെച്ചാൽ അടുപ്പത്തിലായിരുന്നു. അങ്ങനെയാ കല്യാണം നടന്നത്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. രമേശിൻ്റെ അച്ഛൻ SI. അയാൾ പറയുന്നത് അയാളുടെ ഭാര്യയ്ക്ക് വേദവാക്യം. പണത്തിന് ഇതുപോലെ അത്യാർത്ഥിയുള്ള ഒരു പാർട്ടിയെ ഞാൻ കണ്ടിട്ടില്ല.
മാലിന്യത്തിൽ 10 രൂപ കിടന്നാലും അത് തുടച്ച് പോക്കറ്റിലിടും SI ബാഹുലേ. കൈക്കൂലിയുടെ ആശാന. ഇനിയിപ്പോൾ അയാൾ വാങ്ങിച്ചില്ലെങ്കിലും പറഞ്ഞു വാങ്ങിപ്പിക്കുക അയാളുടെ ഭാര്യ. ആ സ്വഭാവം ഏറെക്കുറെ രമേശനും കിട്ടിയിട്ടുണ്ട്. മോളോട് ശല്യമായിട്ട് എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. എന്നാലും ദേവികെ, ഒരു വീടാവുമ്പോൾ എപ്പോഴും പൈസ പൈസ എന്നുള്ള ചിന്തയുമായി ജീവിക്കുമ്പോഴുള്ള ഒരു ശോഭക്കേടില്ലേ, അതാണ് വിഷയം. ഉള്ളത് പറയാലോ, ഗീതയുടെ കാര്യത്തിൽ അബദ്ധത്തിലാണ് ചെന്ന് ചാടിയതെന്ന് ഇപ്പം തോന്നുന്നു. എനിക്ക് മാത്രമല്ല, ശാരദയ്ക്ക് അത് തന്നെ അഭിപ്രായം. ഇളയവൾക്കെങ്കിലും അങ്ങനെ ചുറ്റുപാടുണ്ടാവരുത്. സമാധാനം കിട്ടണം. നന്ദഗോപന്റെ കാര്യത്തിൽ ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതാണ്. ഗംഗയ്ക്ക് ഇഷ്ടപ്പെട്ടോ ആളിനെ? പിന്നെ ഇഷ്ടപ്പെടാതെയാണോ അയാൾ പെണ്ണ് കാണാൻ വരുന്നത്? കൃഷ്ണ ചോദിച്ചുകൊണ്ട് പറയാം. ഇപ്പൊ കല്യാണം വേണ്ടെന്ന് ശാഠ്യം പിടിച്ചു നിൽക്കാവുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാനതിൻ്റെ പേരിൽ മുഷിഞ്ഞ് സംസാരിക്കുകയും ചെയ്തു. വലിയ വാചകസർത്ത് നടത്തുമെങ്കിലും ജീവിതത്തെക്കുറിച്ച് എന്തറിയാ കുട്ടിക്ക്? ഇപ്പൊ കല്യാണം വേണ്ടെന്ന് പറയാൻ ഗംഗയ്ക്ക് എന്തെങ്കിലും കാരണമുണ്ടോ? നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഇന്നലെ ഒരു ചെറിയ സംഭവം ഉണ്ടായി. അതെന്താ? ഞാൻ അച്ഛനെ കാണാൻ വന്നില്ലേ, വഴിയിൽ വെച്ച് ഒരാൾ എന്റെ അടുത്ത് വന്നു. ഗംഗയാണെന്ന് വിചാരിച്ച് അയാൾ എന്നോട് സംസാരിച്ചു. ആര്? അതൊന്നും അറിയില്ല. ചിലപ്പോ വെറും സുഹൃത്തായിരിക്കും. എങ്കിലും വെറും സൗഹൃദത്തിൽ കവിഞ്ഞൊരടുപ്പം ആ സംസാരത്തിൽ എനിക്ക് തോന്നി. എന്റെ തോന്നലാവാം, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഒരുപക്ഷെ അങ്ങനെ ഒരാൾ മനസ്സിലുള്ളതുകൊണ്ടാവോ ഗംഗയെ കല്യാണത്തിന് എതിർക്കുന്നത്? നീ വെറുതെ ഊഹാഭോഗങ്ങളൊന്നും പറയാതെ മോളെ, അതൊന്നും ആയിരിക്കില്ല. ഞാൻ എന്റെ ഒരു സംശയം പറഞ്ഞേ ഉള്ളൂ അമ്മേ. ആ, നീ അവളോട് സംസാരിച്ചോ? ആ, ചോറിന് ഒരുമിച്ചിരുന്നതുകൊണ്ടാ ഞാൻ പറയാതിരുന്നത്. എന്നിട്ട്? അമ്മയ്ക്ക് വെറുതെ തോന്നിയതാ. ഗംഗയ്ക്ക് അങ്ങനെ ആരുമായി പ്രേമൊന്നുമില്ല. പിന്നെ അവക്കെന്താ പ്രശ്നം? നീ എന്താടി മിണ്ടാത്തത്? ഗംഗ എന്താ പറഞ്ഞത്? ഇത്രയും പഠിച്ച സ്ഥിതിക്ക് എന്തെങ്കിലും ജോലി ആവട്ടെ, എന്നിട്ട് മതി കല്യാണമെന്നാ അവളുടെ നിലപാട്. അത് കൊള്ളാം. ജോലി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുമ്പോൾ കിട്ടുന്നതാണോ? അതിനി എന്നാണെന്ന് കരുതിയ? അത്രയും നാൾ നന്ദഗോപൻ കാത്തിരിക്കണമെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിലോ അവന് നല്ല ജോലിയുണ്ട്, ഭാര്യ സമ്പാദിക്കേണ്ട ആവശ്യമില്ല. കല്യാണം കഴിഞ്ഞിട്ടും ജോലിക്ക് വേണ്ടി ശ്രമിക്കാലോ. ഇതൊക്കെ നീ അവളോട് പറഞ്ഞു കൊടുത്തില്ലേ? ഗംഗ പറഞ്ഞതിലും കാര്യമുണ്ടെന്നാ എന്റെ അഭിപ്രായം. ഭർത്താവിന് ജോലിയുള്ളത് പുള്ളിയുടെ കാര്യം. സ്വന്തമായിട്ടൊരു തൊഴിലും അതിന്റെ വരുമാനവും നമുക്കുണ്ടെങ്കിൽ അതിന്റെ വിലയൊന്നു വേറെയാ. അങ്ങനെ നോക്കുമ്പോ ഗംഗ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇതിപ്പോ പ്രസവം എടുക്കാൻ വന്ന ആളെ ഇരട്ട പറ്റെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഗംഗയെ പറഞ്ഞ് നമ്മുടെ പരിധി കൊണ്ടുവരാനാ നിന്നെ അങ്ങോട്ട് വിട്ടത്. എന്നിട്ടിപ്പോ നീതേ അവളുടെ സൈഡ് പിടിച്ച് സംസാരിക്കുന്നു. ഞാൻ ആളുടെ സൈഡ് പിടിച്ചതൊന്നുമല്ല, സത്യം പറഞ്ഞതാ. എനിക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോ രമേശ് ചേട്ടൻ എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പോവില്ലായിരുന്നല്ലോ. രമേശൻ അവനപ്പോ ഓഫീസിൽ പോയതല്ലേ? പോയത് ഓഫീസിലേക്കായിരിക്കും. പക്ഷേ വരണമെങ്കിൽ ഇനി ഞാൻ വിളിക്കണം. വെറുതെ വിളിച്ചാ പോരാ, പണം കയ്യിൽ കരുതി വെച്ചിട്ട് വേണം വിളിക്കാൻ. പണോ? നീ എന്താ ഈ പറയുന്ന ഗീത? കല്യാണത്തിന് അച്ഛൻ കൊടുക്കാന്ന് പറഞ്ഞ 5 ലക്ഷം രൂപയില്ലേ, ആ പണം തന്നെ. അതുമായിട്ടേ എനിക്കിനി രമേശ് ചേട്ടന്റെ വീട്ടിലേക്ക് ചെല്ലാൻ പറ്റൂ. അപ്പോ അതിനുവേണ്ടി നിന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണോ? അതെ, ഗംഗയുടെ കല്യാണം നടക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോ മുതല് അവിടെ വലിയ ചർച്ചയായിരുന്നു. ആദ്യം രമേശ് ചേട്ടന്റെ അച്ഛനും അമ്മയും തമ്മിലായിരുന്നു കൂടിയാലോചന. എന്നിട്ടവര് അത് മകന്റെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്തു. രമേശ് ചേട്ടൻ പിന്നെ അച്ഛന്റെ അമ്മയുടെ വാക്ക് അതുപോലെ കേൾക്കാനിരിക്കുകയാണല്ലോ. എങ്കിൽ 5 ലക്ഷം രൂപ തരുന്നത് വരെ നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കണമെന്ന് ഒരു മടിയും കൂടാതെയാ പറഞ്ഞത്. ഗംഗയുടെ കല്യാണം കഴിഞ്ഞിട്ടേ അച്ഛനോട് പറയാൻ പറ്റൂന്ന് ഞാൻ പറഞ്ഞു നോക്കി. എവിടെ കേൾക്കാൻ? ബാങ്കിൽ കിടന്ന പൈസ മുഴുവൻ അച്ഛൻ അവളുടെ ആവശ്യത്തിന് ചെലവാക്കി കളയോന്നാ അവരുടെ പേടി. കഷ്ടം. അവരങ്ങനെ ഭയപ്പെടണ്ട.
ഗംഗയുടെ കല്യാണം കഴിയുന്നവരെ കാത്തിരിക്കുകയും വേണ്ട. അച്ഛനൊന്ന് വന്നോട്ടെ. നിനക്കായിട്ട് മാറ്റിവെച്ച തുക ബാങ്കിൽ അതുപോലെ കിടപ്പുണ്ട്. നാളെ തന്നെ 5 ലക്ഷം രൂപ എടുക്കാം. അമ്മേ, വെച്ച് താമസിപ്പിക്കണ്ട. 5 ലക്ഷം രൂപ നാളെ എടുത്ത് തന്നേക്കാം. ഇതാ, എന്താ ചെയ്ത്? ആദ്യം ഇതങ്ങോട്ട് വാങ്ങ. അമ്മ എതിർത്തൊന്നും പറയില്ല, മോള് വാങ്ങ. നീ ഇത് വാങ്ങിക്കേ. അഞ്ച് ലക്ഷം രൂപയുണ്ട്. അമ്മ, ഇപ്പൊ ഈ പണം വേണ്ട മാഷെ. അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല, നിന്ദിക്കുകയുമല്ല. ഇവൾക്ക് വേണ്ടതെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആർഭാടത്തോടെയല്ല കൃഷ്ണയെ ഞാൻ വളർത്തിയത്. പക്ഷേ ഭാവിയിലേക്കുള്ളതെല്ലാം കരുതി വെച്ചു. ഏതൊരാളും നടത്തുന്നതിലും അന്തസ്സായി മോളുടെ കല്യാണം നടത്താനുള്ള പ്രാപ്തി എനിക്കുണ്ട്. അതുകൊണ്ട് മാഷ് ഈ പണം തിരികെ വാങ്ങണം. ദേവികയുടെ ചിന്തകൾ മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഒറ്റയ്ക്ക് ഇത്രയും നാൾ മോളെ വളർത്താനും പഠിപ്പിക്കാനും സാധിച്ച ഒരാൾക്ക് ഇപ്പോ ആരുടെയും സഹായം ആവശ്യമില്ല എന്ന് പറയാനുള്ള അവകാശമുണ്ട്. അയ്യോ, ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. അങ്ങനെയായാലും അതിൽ അപാകതയില്ല. ദേവികയുടെ നല്ല മനസ്സിനെ ഞാൻ കാണാതിരുന്നുകൂടാ. ഒരു സാധാരണ സ്ത്രീ ചെയ്യുന്നത് പോലെയല്ല ദേവിക ജീവിതത്തെ നോക്കി കണ്ടത്. വേണമെങ്കിൽ തനിക്ക് എന്നേ കൃഷ്ണമോളെയും കൊണ്ട് എൻ്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കാമായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ മാധവൻ മാഷിന്റെ ഇന്നത്തെ അവസ്ഥ ഇതായിരിക്കില്ല. തകർന്ന കപ്പലിന്റെ കപ്പിത്താനാകുമായിരുന്നു ഞാൻ. അങ്ങനെ നോക്കുമ്പോൾ എനിക്കൊരു കുടുംബജീവിതം കിട്ടിയത് തൻ്റെ ദാനത്തിന്റെ ഫലമാണ്. അതിന് വിലയിടില്ല ഞാൻ. മോളുടെ കാര്യത്തിൽ ദേവികയ്ക്ക് അധികാരവും അവകാശവും ഉള്ളതുപോലെ എനിക്കുണ്ട് അവകാശം. ആ അവകാശം അംഗീകരിക്കുന്നത് കൊണ്ടാണ് കൃഷ്ണ ഇന്നലെ എന്നെ കാണാൻ മുല്ലമുറ്റത്ത് വന്നത്. ആ അംഗീകാരം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. താൻ എന്നെ സ്വീകരിച്ചു, ഊണൊരുക്കി തന്നു. അപ്പോ ഞാൻ എൻ്റെ കടമ നിർവഹിക്കണ്ടേ? പറ, വേണ്ടേ? മകളുടെ വിവാഹം നടത്തേണ്ടത് അച്ഛൻ്റെ ഉത്തരവാദിത്വമാണ്. അതിൻ്റെ ഭാഗമാണ് ഈ പണം. മകളുടെ ആവശ്യത്തിനായി ബാങ്കിൽ കിട്ടുന്ന പൈസയാണ്. മോളുടെ ആവശ്യത്തിന് അത് എടുത്തു. ഇതെൻ്റെ അവകാശമാണ് ദേവിയെ. താനായിട്ട് മോളെ തടയരുത്. മോളിത് അമ്മയുടെ കൊടുക്ക, സൂക്ഷിച്ചു വെക്കട്ടെ. വിവാഹത്തിന് പങ്കെടുക്കാൻ കഴിയുമെന്ന് സംശയ. മനസ്സുകൊണ്ട് ഞാൻ അവിടെ ഉണ്ടാവും. മോളെ, അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം.